ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നതിൽ മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പറഞ്ഞു, അവരുടെ ജനന സ്ഥലങ്ങൾ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത് ഉദ്ധരണികൾ അല്ലെങ്കിൽ വാക്കുകൾ, വചനങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കുന്നത് സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നതാണ് സമത്വ സമാജത്തെ കുറിച്ചിട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ സമത്വ സമാജം എടുത്തത്? മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് PSC പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും SNDP എടുക്കാറല്ലേ. പക്ഷെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് എന്തിനാണ്? സമത്വ സമാജമാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് സമത്വ സമാജമാണ്. 1836 ഈ സമത്വ സമാജം ആരംഭിച്ചത്. ആരാണ് ആരംഭിച്ചത്? വൈകുണ്ഠ സ്വാമികളാണ് ആരംഭിച്ചത്. അപ്പോൾ 1836 വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് ഏതാണ്? ഈ സമത്വ സമാജമാണ്. ഇത് നമുക്കറിയാം, വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ് ജനിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചത് ശുചീന്ദ്രത്താണ്. കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്തിലാണ് അവിടെ സ്ഥാപിച്ചത്? ഈ സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജം അവർണരുടെ അവശതകൾക്കും രാജഭരണത്തിന്റെ പോരായ്മകൾക്കും എതിരെ പോരാടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തിന്റെ ലക്ഷ്യം? സമത്വ സമാജത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ തന്നെ വചനങ്ങൾ ഇങ്ങനെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചനെന്നും തിരുവിതാംകൂർ ഭരണത്തെ കരിനീച ഭരണം എന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം അല്ലെങ്കിൽ വെളുത്ത പിശാചിന്റെ ഭരണം എന്നെല്ലാം വിളിച്ചത് ആരാണെന്ന് പറഞ്ഞു? വൈകുണ്ഠ സ്വാമികളാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവർണരുടെ അവശതകൾക്കും രാജഭരണത്തിന്റെ പോരായ്മയ്ക്കും എതിരെ പോരാടുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? സമത്വ സമാജത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ സമത്വ സമാജം രൂപീകരിച്ചത് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം രൂപീകരിച്ചത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് SNDP എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രസ്ഥാനമാണ്. SNDP എന്ന് പറയുന്നത് 1903 മെയ് 15 SNDP രൂപീകൃതമായത്. അതിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. 1903 മെയ് 15 SNDP രൂപീകരിച്ചു. ആര് രൂപീകരിച്ചു? ശ്രീനാരായണ ഗുരുവാണ് രൂപീകരിച്ചത്. ശ്രീനാരായണ ഗുരു തന്നെയാണ് അതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആദ്യ ഉപാധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ഡോക്ടർ പൽപ്പുവും ആദ്യ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് കുമാരനാശാനുമാണ്. അപ്പോൾ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനുമായിരുന്നു. അപ്പോൾ SNDPയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? കൊല്ലമാണ്. നമ്മൾ കഴിഞ്ഞ തവണ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം എന്ന് പറയുന്നത്. ഈ സംഘടന എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, അതുപോലെ അത് നടപ്പിലാക്കുക, ജാതി വ്യവസ്ഥ, അന്ധവിശ്വാസം എന്നിവയെ എതിർക്കുക, ഈഴവർ, തീയർ തുടങ്ങിയ അവശ സമുദായങ്ങളെ സാമൂഹികവും ആത്മീയവുമായ പുരോഗതിയിലേക്ക് നയിക്കുക, ഇവയൊക്കെയായിരുന്നു എന്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ SNDPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആജീവനാന്ത അധ്യക്ഷൻ ആരായിരുന്നു? അത് ശ്രീനാരായണ ഗുരു ആയിരുന്നു. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? അത് വാവൂട്ട് യോഗമായിരുന്നു. അതുപോലെ SNDPയുടെ രൂപീകരണത്തിന് കാരണമായത് അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDPയുടെ രൂപീകരണത്തിന് കാരണമായത്. ഇത് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയിലാണ് എന്ത് സ്ഥാപിച്ചത്? SNDP സ്ഥാപിച്ചത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. എപ്പോഴാണ് സ്ഥാപിച്ചത്? 1907 ആര് സ്ഥാപിച്ചത്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്നത് സ്ഥാപിച്ചത്. പിന്നീട് അത് 1938 അതിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയതും ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. അപ്പോൾ പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘത്തിനെയാണ് പിന്നീട് 1938 എന്താക്കി മാറ്റിയത്? പുലയ മഹാസഭയാക്കി മാറ്റിയത്. ഇനി ഈ കേരള പുലയ മഹാസഭയുടെ മുഖപത്രമാണ് ന്യായലഭം എന്ന് പറയുന്നത്.
അതുപോലെ സാധുജന പരിപാലന സംഘടനയുടെ മുഖപത്രമായിരുന്നു എന്ത്? സാധുജന പരിപാലിനി. 1913 അതിൻ്റെ മുഖപത്രം എന്തായിരുന്നു? സാധുജന പരിപാലിനി ആയിരുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അയ്യങ്കാളി സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു എന്തെന്ന് പറയുന്നത്? സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം കൂടുതലായിട്ട് പിന്നോക്ക വിഭാഗക്കാരുടെ പൗരന്മാർക്ക് അവരുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയും ജാതി വ്യവസ്ഥയെ എതിർത്ത് താഴ്ന്ന ജാതിയിലുള്ളവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും പ്രവർത്തിക്കുക തുടങ്ങിയവയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമ്മൾ അയ്യങ്കാളിയെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ 90-ാം ആണ്ട് ലഹള, എന്തായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് ഈ 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. അതായത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? അയ്യങ്കാളി എന്ന് പറയുന്നത്. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി പള്ളിക്കൂടം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ? 1905 വെങ്ങാനൂരിൽ. 1905 വെങ്ങാനൂരിൽ അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുടിപ്പള്ളിക്കൂടം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്നും പറഞ്ഞത് ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. ഈ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. 1917 ആത്മവിദ്യാ സംഘം ആര് സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചത്. ഇതിൻ്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്നത് മലബാർ ആയിരുന്നു. പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ആത്മവിദ്യാ സംഘത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം എന്ന് പറയുന്നത്. 1921 ഇത് പ്രസിദ്ധീകരിച്ചത്. അഭിനവ കേരളമാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത്. ഈ ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി എന്ന് പറയുന്നത്. 1921 അതും പ്രസിദ്ധീകരിച്ചത്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ആത്മവിദ്യയാണ്. ഇതിനെ തുടർന്ന് 1932 വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം എന്ന് പറഞ്ഞിട്ട് പുന്നപ്രയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. നമ്മൾ 2 ക്ലാസ്സിലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. ഇത് സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ് എന്ത് സ്ഥാപിച്ചത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS. 1909 അദ്ദേഹം അത് സ്ഥാപിച്ചത്. പൊയ്കയിൽ യോഹന്നാന് തന്നെയാണ് നമ്മൾ എങ്ങനെയെല്ലാം അറിയപ്പെടുന്നത്? കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പൊയ്കയിൽ യോഹന്നാന് തന്നെയാണ് നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നത്? കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ പൊയ്കയിൽ അപ്പച്ചൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരെ തന്നെയാണ്? ഈ പൊയ്കയിൽ യോഹന്നാന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് 1909 ദളിതരുടെ മോചനമായിരുന്നു ഏതിൻ്റെ പ്രധാന ലക്ഷ്യം? ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം വന്നിട്ട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ ഇരവിപ്പേരൂരിലായിരുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപാസ്ഥാനങ്ങൾ കൂടിയുണ്ട്. ഒന്ന് അമരക്കുന്ന്, രണ്ടാമത്തെ ഉദയൻകുളങ്ങര. ഇവിടെയൊക്കെയാണ് ഉപാസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദ്യാർ ദീപം എന്ന് പറയുന്നത്. എന്താണ് ആദ്യ ദീപം എന്ന് പറയുന്നത്? അപ്പോൾ പൊയ്കയിൽ യോഹന്നാനാണ് എന്ത് സ്ഥാപിച്ചത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. അടുത്തതാണ് NSS എന്ന് പറയുന്നത്. NSS സ്ഥാപിച്ചത് ആരാണ്? NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇവരുടെ ഉദ്ധരണികളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ഈ NSSനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? മന്നത്ത് പത്മനാഭൻ. അപ്പം നമുക്ക് നോക്കാം. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണെന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. NSSൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. 1914 ഒക്ടോബർ 31 എന്താരംഭിച്ചത്? നായർ സർവീസ് സൊസൈറ്റി ആരംഭിച്ചത്. ഇത് രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നായർ സമുദായത്തിൻ്റെ ഉന്നമനം, അതുപോലെ നായന്മാർക്കിടയിൽ പ്രചാരത്തിലുള്ള താലികെട്ട് കല്യാണം, തിരണ്ടുകുളി മുതലായ ജീർണാചാരങ്ങൾ അവസാനിപ്പിക്കുക, കൂട്ടുകുടുംബ രീതിയിലെ ദോഷങ്ങളിൽ നിന്ന് സമുദായത്തെ മോചിപ്പിക്കുക തുടങ്ങിയതായിരുന്നു ആരുടെ ലക്ഷ്യം? ഈ NSSൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് എന്ത് സ്ഥാപിച്ചത്? NSS സ്ഥാപിച്ചത്. ഈ NSSൻ്റെ ആസ്ഥാനം പെരുന്നയാണ്. മുഖപത്രമാണ് സർവീസസ് എന്ന് പറയുന്നത്. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് K കേളപ്പനാണ്. ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. ആദ്യ ട്രഷറർ പനങ്ങാട് കേശവ പണിക്കരാണ് ആദ്യ ട്രഷറർ എന്ന് പറയുന്നത്. ഈ നായർ സർവീസ് സൊസൈറ്റി തന്നെയാണ് മലയാളി സഭ, അതുപോലെ കേരളീയ നായർ സംഘടന എന്നെല്ലാം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നതും നായർ സർവീസ് സൊസൈറ്റി തന്നെയാണ്. ഈ നായർ സർവീസ് സൊസൈറ്റിയോട് NSSൻ്റെ ആദ്യകാല നാമമായിരുന്നു നായർ ഭൃത്യജന സംഘം എന്ന് പറയുന്നത്. എന്താണ് നായർ ഭൃത്യജന സംഘം എന്ന് പറയുന്നത്? അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരള മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ആരാണ്? കേരള മുസ്ലിം ഐക്യ സംഘം. അതുപോലെ തിരുവിതാംകൂർ മുസ്ലിം ജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നിവ സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചതും വക്കം മൗലവി തന്നെയാണ്. അതുപോലെ ധർമ്മഭൂഷണി സഭ സ്ഥാപിച്ചതും വക്കം മൗലവിയാണ്. ആദി വൈപ്പിൻ തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. CMI സഭ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ചാവറയച്ചനാണ് എന്ത് സ്ഥാപിച്ചത്? CMI സഭ സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപനത്തിലുള്ള ഒരാളാണ് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. PSCയുടെ ആൻസർ നോക്കുകയാണെന്ന് സ്ഥാപിച്ചത് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണെന്ന് പറയുന്നത്? VT ഭട്ടതിരിപ്പാടാണ്. 1908 ജനുവരി 31 യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. ഇതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്നതായിരുന്നു. ബഹുഭാര്യത്വം നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പിലാക്കുക, വൃദ്ധവിവാഹം തടയുക എന്നതൊക്കെയാണ് എന്തിൻ്റെ ലക്ഷ്യം? യോഗക്ഷേമ സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുഖപത്രമാണ്, യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? മംഗളോദയമാണ്. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മഹാസഭ സ്ഥാപിച്ചത്. ഇതിന് മറ്റൊരു പേരാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന് പറയുന്നത്. 1896 സെപ്റ്റംബർ 3 ഡോക്ടർ പൽപ്പു നയിച്ച ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ഈഴവ മഹാസഭ എന്ന് പറയുന്നത്. 1896 ഈഴവ മഹാസഭ ആര് സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പു സ്ഥാപിച്ചത്. നമുക്കറിയാലോ എന്താണ് മലയാളി മെമ്മോറിയൽ, എന്താണ് ഈഴവ മെമ്മോറിയൽ എന്നൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ ആ പോക്കിൽ പോവാൻ ഇടയിൽ കൂടെ വേറെ ഒന്നും കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് കൂടുതലൊന്നും പറയാത്തത്. ഇനി മിശ്ര ഭോജന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. 1917 മെയ് 29 മിശ്ര ഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ. ഇത് സ്കൂൾ ടെസ്റ്റിൽ SCRTയിൽ 1, 2, 3 തവണയായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് അത് മറക്കരുത്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1918 ആനന്ദ മഹാസഭ ആര് സ്ഥാപിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചത്. സഹോദര സംഘം സ്ഥാപിച്ചത് 1917 ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. ജാതിനാശിനി സഭ 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. ജാതിനാശിനി സഭ 1933 സ്ഥാപിച്ചത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. 1921 തിരുവിതാംകൂർ ചേരമൺ മഹാസഭ സ്ഥാപിച്ചത്. ഇതുപോലെ നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് ജ്ഞാനോദയം സഭ. 1916 ജ്ഞാനോദയം സഭ, 1912 കല്യാണദായിനി സഭ, അതുപോലെ സന്മാർഗ പ്രദീപ സഭ, സുധർമ്മ സൂര്യോദയ സഭ, ബാല സമുദായ പരിഷ്കാരി സഭ. ഇതൊക്കെ ആരുടെ തന്നെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനയാണ്.
കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് PK ചാത്തൻ മാസ്റ്ററാണ്. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? PK ചാത്തൻ മാസ്റ്ററാണ്. വേലുക്കുട്ടി അരയൻ സ്ഥാപിച്ച സംഘടനയാണ് അരയ വംശ പരിപാലന യോഗം, അരയ സർവീസസ് സൊസൈറ്റി, തിരുവിതാംകൂർ മിനറൽ വർക്കേഴ്സ് യൂണിയന്, അതുപോലെ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം, സമസ്ത കേരളീയ അരയ മഹായോഗം എന്നിവയെല്ലാം സ്ഥാപിച്ചത് ആരാണ്? വേലുക്കുട്ടി അരയനാണ്. ഇനി നമ്മൾ കുറച്ച് ജാഥകളും കൂടി ഇതിൽ പറയാനുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയാം. യാചന യാത്ര, സാമൂഹിക പരിഷ്കരണ ജാഥ എന്നിവയെല്ലാം നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യാചന യാത്ര 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് VT ഭട്ടതിരിപ്പാട് നയിച്ചത്. അതുപോലെ സാമൂഹിക പരിഷ്കരണ ജാഥ 1968 കാനങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ് നയിച്ചത്. അപ്പോൾ VT ഭട്ടതിരിപ്പാടിൻ്റെ ജാഥകളാണ് യാചനായാത്ര 1931, യാചനായാത്ര 1968, സാമൂഹിക പരിഷ്കരണ ജാഥ എന്ന് പറയുന്നത്. ഇനി AK ഗോപാലൻ നയിച്ച ജാഥകളാണ് പട്ടിണി ജാഥ, ക്ഷേത്ര ജാഥ, മലബാർ ജാഥ, കർഷക ജാഥ എന്നിവയെല്ലാം നയിച്ചത് ആരായിരുന്നു? AK ഗോപാലനാണ്. 1936 പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ്. അതുപോലെ ക്ഷേത്ര ജാഥയും കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെയും, മലബാർ ജാഥ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെയാണ്. കർഷക ജാഥ 1960 കർഷക ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. ഇനി മന്നത്ത് പത്മനാഭൻ നയിച്ച 2 ജാഥകൾ ഏതൊക്കെയാണ്? ഒന്നാണ് സവർണ ജാഥ, പിന്നെ ജീവശിഖ ജാഥ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണ ജാഥ നയിച്ചത്. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ജീവശിഖ ജാഥ നയിച്ചത്. അക്കമ്മ ചെറിയാൻ്റേതാണ് രാജധാനി മാർച്ച് എന്ന് പറയുന്നത്. തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു. പൊയ്കയിൽ യോഹന്നാൻ നയിച്ചതാണ് യുദ്ധവിരുദ്ധ ജാഥ. മാരാക്കുളം മുതൽ കുളത്തൂർ കുന്നുവരെയായിരുന്നു. ആനന്ദ തീർത്ഥൻ്റേതാണ് കർഷക ജാഥ. പാലക്കാട് മുതൽ സബർമതി വരെ. TR കൃഷ്ണസ്വാമി അയ്യരുടേതാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥ. പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ക്ലാസ് ആണെന്ന് അറിയാം. പറയാനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇതുപോലെ വീണ്ടും പുതിയ ക്ലാസ്സുകളുമായി വരുന്നതായിരിക്കാം. ഇടയിൽ നമ്മുടെ SCERT ചാപ്റ്റേഴ്സ് നമ്മൾ മുഴുവനാക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.